പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുന്നത് അന്തരംഗതയിലുള്ള സുവിശേഷ പ്രഘോഷണമാണ്. ഇത് നമ്മുടെ ഈ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനാ വിരുന്നാണ്. ഈ വിരുന്നിൽ നിങ്ങൾക്ക് സംബന്ധിക്കുവാൻ സാധിക്കുമ്പോൾ ഈ വിരുന്നുണ്ട് നമ്മൾ സംതൃപ്തി ഉണ്ടാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. കാരണം ദൈവവചനം അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിക്കോദോമസിലൂടെ പൂർത്തീകരിക്കപ്പെട്ട തിരുവചനം അവിടെ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ആ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആ മകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്ത്രീയെ, ഞാൻ ആരാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുമായിരുന്നു. ഹല്ലേലൂയ. നീ ആരാണെന്ന്, യേശു ആരാണെന്ന് നിനക്ക് മനസ്സിലാകുമ്പോൾ ജീവജലം നിന്നിലേക്ക് ഒഴുകപ്പെടും എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈശോ പറഞ്ഞത്, നീ പുതിയതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കേട്ട് വിഷമിച്ച് വേവലാതിപ്പെട്ട് ജീവിതം നയിക്കുകയല്ല വേണ്ടത്. കർത്താവിനോട് ചോദ്യം ചോദിക്കുവാൻ മഗ്ദലന മറിയത്തിനായെങ്കിൽ നിക്കോദോമസിനായെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും യേശുവിനോട് ചോദിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ഈ ജലം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ദൈവം തരുന്ന ജലം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുന്നില്ല. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. ഈശോ വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ ചുറ്റും തിരിയുകയാണോ പ്രിയ മക്കളെ, ഈ ജലം നിങ്ങൾക്കും കുടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അത് നമ്മൾ ഒരുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതിന് നിങ്ങൾ ഷെയർ ചെയ്യണമേ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.